എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് പയ്യന്നൂരാണ്, എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു സംരംഭം, അതായത് തേങ്ങേനെ കൊണ്ടുള്ള തേങ്ങയായിട്ട് ബന്ധപ്പെട്ട് വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുള്ള മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത്. അപ്പം ഇത് ഈ റാക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഈ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള എന്താണ് നമ്മുടെ നിർമ്മാണ യൂണിറ്റ്. ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതിന് കുറേ മെഷീനറീസ് ഉണ്ട്. ഈ മെഷീനറീസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം എന്താണെന്നുള്ളത്. കുറച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവരുടേതാണ് ഈ സ്ഥാപനം. അപ്പോൾ ഇവരോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം മെഷീനറീസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പേ പേരൊന്ന് ചോദിക്കാം. നിങ്ങളുടെ പേര്? പ്രസീത എന്നാണ് പേര്. അപ്പോൾ ഈ മെഷീനറീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ അനുഭവങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അപ്പം ഈ മെഷീൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തും. ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്ന മെഷീനാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് റെഡിയാവും. ഇതില് മിക്സിങ് മാത്രമേ ഉള്ളൂ, അല്ല ഹീറ്റിംഗ്? ഹീറ്റിംഗ് എല്ലാം ഇല്ല, മൊത്തത്തിലില്ല. അതായത് തേങ്ങാപ്പാൽ വെച്ച് 3 മണിക്കൂർ കൊണ്ട് ഹീറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇനി എന്താ മെഷീൻ ഉള്ളത്? അടുത്തത് ഇത് അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്താണ്. തേങ്ങന്റെ പുറത്തില്ലേ, അത് കാണാൻ പറ്റുമോ? അല്ല, അത് ഇത് നമ്മ കുറച്ചുകൂടി ബൾക്കായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോ ഇതാ ഇതിനുള്ളത്. ഇതിനിപ്പോ എങ്ങനെ ഇതില് ആ തേങ്ങ ബോളായിട്ടുള്ള ഇത് വെച്ചു കൊടുത്താല് ഇതിങ്ങനെ ഇവിടെ പിടിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് കറങ്ങുമ്പോ അതിന്റെ സ്കിന്നെല്ലാം ഔട്ടായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇത് ഇപ്പം കാണിച്ചു തരാം. ഇതെന്തിനുള്ള മെഷീനാണ്? ഇത് തേങ്ങാപ്പാൽ എടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇട്ടുകൊടുത്താല് ഇതിലേക്ക് ഇടുന്നല്ലേ? എടുത്തോ. അപ്പൊ ഇതിലേക്ക് മെഷീനിലേക്ക് തേങ്ങാപ്പാൽ ഇടുന്നുണ്ട്. അപ്പൊ തേങ്ങേന്റെ ചെറിയ അപ്പൊ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് എത്ര കിലോ വരെ ഇടാൻ പറ്റും ഇതില്? ഇതില് ഈ ഒരു ഇതില് അങ്ങനെ നിറഞ്ഞിട്ട് ഇടൂല അല്ലെ? നിറച്ചിടൂല. അതൊന്നും പറയാൻ ഇത് ഫില്ലാവാൻ തന്നെ കുറച്ച് സാധനം വേണം നമുക്ക്. അതായത് ഈ പറഞ്ഞ ഇതില് ഫില്ലായതിനു ശേഷം മാത്രമേ നമുക്ക് ഇന്ന് പാല് കിട്ടാൻ തുടങ്ങുള്ളൂ. ഫില്ലാവണത്തിന് ഒരു 10-30 തേങ്ങ ഇട്ടാലേ ഫില്ലാവും. ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് ഇടണല്ലേ? അതിപ്പോ ഇതിനെ കൊണ്ട് ഫില്ലാവോ? ഇപ്പൊ വരാൻ തുടങ്ങി. ഇത് ആയിലൂടെ വരുന്നതാണ്. ഇതാ ഇതിങ്ങനെ പ്രസ് ആയിട്ട് വരും അല്ലേ? കൂടുതൽ സാധനം വേണം, എന്നാലേ നല്ല ഇതിലും എല്ലാ ഭാഗത്തൊന്നും വരുള്ളൂ. അതായത് ഈ എല്ലാം വരും. താഴ്ന്ന് മാത്രമല്ല മുകളിൽ വരും അല്ലേ? മുകളിൽ വരും, മുകളിലേക്ക് കൂടെ വരും. ഇതുപോലെ വരും. അതുപോലെ ഇതിപ്പോ കുറച്ചായതുകൊണ്ട് കുറച്ചായത് മാത്രമാണ് അങ്ങനെ. അത് നിറയുമ്പോ ഫുള്ളായിട്ട് വരും. നേരെ വന്നിങ്ങനെ ഒരു പാത്രത്തിലേക്ക് പോകും. അതൊന്ന് കാട്ടി കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള പാല് കിട്ടും നമുക്ക്. ഇവിടെ ഇപ്പോ തേങ്ങാപ്പാല് കുറെ ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇട്ടതിന് കുറച്ച് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇത് അരിക്കുന്ന തുണി, ഇത് പ്രത്യേക തുണിയാണോ അതോ സ്പെഷ്യൽ ആയിട്ട്? 10 നമ്പർ തോർത്ത് പോലത്തെ അല്ലേ? ഇത് പ്രത്യേകം ഇത് പറഞ്ഞു വാങ്ങിക്കുന്നതാണോ ഇത്? ഇത് ഗ്യാപ്പ് ഉണ്ടല്ലോ കുറച്ച്. ഇതൊന്നും വരില്ല, പീഡലില നിൽക്കും. ഒരു അരിപ്പ് പോലെ തന്നെയുള്ള ഒരു തുണി. ഇത് പ്രത്യേകം വാങ്ങിച്ചിട്ട് ആ നമ്പർ പറഞ്ഞാല് കിട്ടും. ടോർത്തിന്റെ നമ്പർ 10 നമ്പർ പറയുമ്പോ ഈ ടോർച്ച് കിട്ടും.
ഇത് കൈ കൊണ്ട് തന്നെ അരിക്കുന്നത്? ഏത്? ഇത് മെഷീൻ വെച്ചിട്ടല്ലോ? വേണ്ട, ഇതിലൊഴിച്ച് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ചെയ്യുന്നതാണ്. ഇല്ലേ പിന്നെ അതിന്റെ ആ കീടം ഇതായിട്ട് എണ്ണ മോശം. ഓക്കെ, ഇത് തേങ്ങന്റെ പീരയല്ലേ? അതാടോക്കെ ഇത് മിക്സ് ആക്കി അതിലേക്ക് കിട്ടും. ഈ തേങ്ങപ്പീര ചൂടുവെള്ളം വെച്ചിട്ട് രണ്ടാമതും ഒന്നുകൂടി ഇട്ടിരിക്കും അല്ലേ? എന്നാ മാത്രമേ അതില് കുറച്ചുകൂടി ഉണ്ട് അത്ര പാല്. ആ പാല് കിട്ടണമെങ്കിൽ ലേശം ചൂടുവെള്ളം അതുകൂടി കിട്ടും അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണോ എണ്ണയാക്കുന്നത്? എന്നിട്ട് പിന്നെ എണ്ണയും കിട്ടും അതിനല്ലേ? അപ്പൊ ഇതിലേ ഈ കൊടുക്കുന്ന എണ്ണക്ക് വില കുറവുണ്ടോ? സാധാരണ 110 കൊടുക്കുന്നമ്മ. 110 ലിറ്ററിന്? 1 ലിറ്ററിന് സാധാരണ 160-170 അല്ലേ? 160. അപ്പൊ ഈ അത് കത്തിക്കാൻ ഉപയോഗിക്കാൻ പറ്റും? കത്തിക്കാൻ ഉപയോഗിക്കാം. വേണമെങ്കിൽ നല്ല സാധനമാണ്. നമ്മള് ഡ്രയറിൽ വെച്ചിട്ട് തന്നെ ഉണക്കുന്നത് എല്ലാം. അതെ, പക്ഷെ നമ്മള് കത്തിക്കാൻ വേണ്ടിട്ടുള്ള പർപ്പസിന് മാത്രമേ ഇപ്പൊ കൊടുക്കുന്നത്. മറ്റേത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും കുക്കിംഗ്? ഇല്ല, നോക്കിയില്ല. ഇത് തേങ്ങ ഉരുക്കുന്ന മെഷീനാണ്. അപ്പൊ തേങ്ങ എങ്ങനെയാണ് പൊളിക്കുന്നത്? ഇത്ര ഈസി ആയിട്ട് വന്നല്ലേ? തേങ്ങ എടുക്കണോ? ഇപ്പൊ തേങ്ങ താഴോട്ട് വീഴുക ചെയ്യുന്നല്ലേ? അപ്പുറത്തേക്ക് വരും. ഇപ്പൊ ഇങ്ങനെ ഇതായിട്ട് വരും. ഇതും പോവും. ഇതും പോയിട്ടാ കിട്ടുക. ഇതും പോവും. പോവും. ഒന്നുകൂടെ ഇടേണ്ടി വരുവാ? അല്ല, അങ്ങനെയല്ല. നമ്മളെ മെഷീൻ ഇപ്പം ഒരു ചങ്ങല ഇതായിട്ടുണ്ട്, അതുകൊണ്ട് വരുന്നതാണ് ഇങ്ങനെ. അങ്ങനെ അതും കൂടി പോയിട്ട് മൊത്തത്തിൽ തേങ്ങ മാത്രമായിട്ട് വരും അല്ലേ? ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ഇട്ടിട്ട് ഇതിന്റെ തോട് കളഞ്ഞിട്ട് ഉള്ളിൽ തേങ്ങ മാത്രം കിട്ടും. ഇതിന്റെ ഉള്ളിലേക്ക് തേങ്ങ മാത്രം കിട്ടും. ഇതിന് ലീഫ് ഇതാണ്, റബ്ബർ ആണല്ലേ? ഞാൻ ഇരുമ്പിന്റെ ആണ്. ഇതിനെ കൊണ്ടാണ് പോകുന്നത്? ഇതിലേക്കൂടെ അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു സ്ഥലമുണ്ട്. ഈ കിട്ടിയതിന്റെ കുറച്ച് അപ്പുറത്തേക്കൂടെ ഇതിൽ വെച്ചുകൊടുത്താല് നമ്മ പിന്നെ ഓണാക്കുമ്പോ അതിന്റെ ആ മൊത്തം കൂടി കളഞ്ഞിട്ട് വരും. മുകളിലേക്ക് പോകുന്നത്? ഇല്ല, അതിങ്ങനെ കറങ്ങിട്ട് അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെയാണ് ഇതിന്റെ പല്ലുകളുള്ളത് അല്ലേ? കളയുന്നത്. ഇതധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ നിങ്ങൾ ഈ മെഷീൻ എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇത് വാങ്ങിയതിലും നാമക്കല്ല്. ഓരോ മെഷീൻ ഓരോ സ്ഥലത്തു നിന്നാണ്. നമ്മളെ മെയിൻ ആയിട്ടുള്ള മെഷീൻ നാമക്കല്ലിനാണ്. ഇതിന് കുറെ വിലയുണ്ടോ? ഇത് ഇപ്പൊ കോയമ്പത്തൂരിന് 2.5 കൊടുക്കണം. നമ്മൾ 1.5 ലക്ഷം. ഡ്രയർ നമ്മള് വേറെ സാധനങ്ങളോടുകൂടി ഉണ്ടാക്കേണ്ട രീതിയിലാണ്. അതായത് കോക്കനട്ട് ചിപ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടില്ല, അത് തുടങ്ങണം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിട്ടില്ലേ വാങ്ങിയിട്ടില്ല. ഇതിപ്പോ നമ്മള് തേങ്ങ കൊപ്ര ഉണക്കുന്നുണ്ട്, പിന്നെ മല്ലി മുളകെല്ലാം കഴുകി ഉണക്കി പൊടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള്. ഓടാ കയ്യിൽ വേണിക്കും സിംസനോട് കയ്യിൽ കൊടുക്കറ. ഇതിപ്പോ എത്ര സമയം എടുക്കും ഇതാക്കാൻ വേണ്ടിട്ട്? ഇത് ശരിക്കും ഇട്ടാലൊരു 3 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പൊ കുറച്ചായാലും 3 മണിക്കൂർ എടുക്കും ഏകദേശം. കുറച്ചായാലും കുറെ ഉണ്ടെങ്കിൽ 3 മണിക്കൂർ എടുക്കും. അതിന്റെ എണ്ണ വരേണ്ട ഒരു ടൈം ഉണ്ട്. അപ്പൊ ഇത് കുറച്ച് ഇട്ട നഷ്ടമാണല്ലേ? നമുക്ക് നഷ്ടം അല്ല, അതായത് നമ്മള് ഇല്ലാത്ത
സാധാരണ ഉരുളി വെച്ചിട്ട് സാധാരണ നോർമൽ ഇതായിട്ട്. അപ്പൊ ഇത് ഇതിപ്പോ നമ്മളൊരു കണക്കിലാക്കല്ലോ എപ്പോഴും ആക്കുമ്പോ ഒന്നിച്ചിട്ടാക്കും. ഇത് പകുതിക്ക് ഇപ്പൊ ഓഫ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഓഫാക്കിയല്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ ഇത് പകുതിക്ക് നിർത്തിയിട്ട് അത് എടുക്കാൻ പറ്റിയിരിക്കുന്നു? പോയിട്ട് എടുക്കുന്നതിന് പ്രശ്നമില്ല. ഇതിന് അത്ര ചെലവില്ല, ചെലവ് കുറവാണ്. കുറച്ച് ചൂടാക്കുന്നത് ഇതിന്റെ ഉള്ളില് ഓയിൽ ഉണ്ടല്ലോ. ആ ഓയില് ഇത് മൊത്തം ചൂടാവും അല്ലേ? നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല, തൊട്ടാലറിയില്ല. അങ്ങനെ ചെറിയ രീതിയിലേ ഉണ്ടാവല്ലോ. ഉള്ളിലൊക്കെ സാധനത്തിന് ചൂടാറി. നമുക്ക് ഇത് നമ്മള് മുളക് മല്ലിയിലും വറക്കാൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഉപയോഗിക്കാല്ലേ? പിന്നെ നമുക്ക് സാധനം മില്ലറ്റെല്ലാം ചെയ്യാം. അതില് ശരിക്കും പറഞ്ഞാല് വറുത്ത് പഠിക്കുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് കൊറേ ആയിട്ടുണ്ടായിരുന്നു, പൈസ ആയിട്ടുണ്ടായിരുന്നു ഇതിനല്ലേ? ഇതും അങ്ങനെ തന്നെ, 1.2 അങ്ങനെ ആ റേഞ്ചിലുള്ള സാധനം തന്നെ. ഇതിന്റെ സാധാരണ ടൈപ്പ് നമ്മൾ മില്ലിലെല്ലാം കാണുന്നത് അതിനത്രയില്ല. ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ്. ഇത് പുതിയ മോഡലാണ്. ഇതിലിപ്പോ ഒഴിക്കുന്നതിന് മുമ്പ് ഇത്ര ടെമ്പറേച്ചർ ആവണം? അത് ഇവിടെ വരണം. എത്ര ആവേണ്ടത്? ഒരു 147 ഞാൻ വെച്ചിട്ടുള്ളത്. 100 നമ്മളെ വെള്ളം ചൂടാന്ന കണക്ക്. ഇതിൽ ഒഴിക്കണമെങ്കിൽ എത്രയോ ആവേണ്ടത്? 147 ആകുമ്പോ ഒഴിച്ചാല് പെട്ടെന്ന് ആവും. നമുക്ക് 147 ആകുമ്പോ ഒഴിക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഈ കണക്കിലൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹെയർ ഓയിൽ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച കുറെ ഐറ്റംസ് ആണ്. അപ്പോൾ അവരുടെ സീക്രട്ട് പുറത്തുവിടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ട്, പിന്നെ അവരുടേതായ മിക്സുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ കുറച്ച് എണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി കുറച്ച് ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള വെളിച്ചെണ്ണയൊക്കെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. പുറത്തുനിന്ന് ഉള്ള വെളിച്ചെണ്ണയല്ല, ഇവിടെ തന്നെ ഉള്ള വെളിച്ചെണ്ണയാണ് ഈ കാണുന്നത്. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി അവിടെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഇതിലേക്ക് ഈ പുറത്തുനിന്ന് തന്നെ ഓരോ സാധനമായിട്ട് ഇട്ടിട്ടാണ് അവർ അടുപ്പിലേക്ക് വെക്കുന്നത്. ഇപ്പം എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് ഇതിലിടുന്നത്. എല്ലാം കൂടി ഇതെല്ലാം മിക്സ് ആക്കിയിട്ടില്ല വെക്കുക? അതെ, എല്ലാം മിക്സ് ആക്കിയിട്ടാണ്. പിന്നെ നേരത്തെ കണ്ട പോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലകളും മറ്റേ പൗഡേഴ്സും ഒക്കെയാണ് മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി പൊടിച്ച് പൗഡർ ആക്കിയിട്ടുണ്ട്. ആലുവേര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതെല്ലാ സാധനങ്ങളും കൂടി പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സാക്കി ഇതാണ് നമ്മൾ ഇത്. ഇത് ആലുവേരയാ? അലവേര, മൈലാഞ്ചി, ചെമ്പരത്തിന്റെ പൂവ് എല്ലാം ഉണ്ട് അതില്. ചെക്കി നമ്മളെ വേറൊരു സാധനം ഇവിടെ നിങ്ങളുടേതായ സീക്രട്ട് ചേരുവകൾ കൂടി ലാസ്റ്റ് ആക്കും. ഇത് എണ്ണ ആക്കി കഴിഞ്ഞിട്ടല്ലേ? എണ്ണ ആക്കി കഴിഞ്ഞിട്ടില്ല അതാക്കാം. ഇത് എണ്ണ ആയതിനു ശേഷം അതിലേക്ക് ഒഴിക്കലാണോ അത്? ഇതൊക്കെ സാധാരണ ആക്കുന്ന പോലെ എല്ലാവരും ആക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇത് എണ്ണ. അതാണ് നമ്മൾ താരം പോകുന്ന പറയുന്നത്. 100% താരം പോകുന്നത് നമ്മളത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെ? ഇത് ഹെയർ ഓയിൽ മറ്റേ നേരത്തെ താരന് പറഞ്ഞല്ലേ, അങ്ങനെ വേറെ ഉണ്ടോ? ഇത് താരം പോവും, വേറെ തന്നെ ഉണ്ട് നമ്മളെടുത്ത. അത് നമ്മ
കാണിക്കുന്നില്ല. അങ്ങനെയല്ല, പിന്നെ അതായത് അത് പ്രിപ്പയർ ചെയ്യുന്ന കാണിക്കുന്നില്ല എന്നല്ലോ. അതെന്ന് പറഞ്ഞാല് വെർജിൻ കോക്കനട്ട് ഓയില് കുറച്ച് ഇലകളെല്ലാം ഇട്ടിട്ട് അത് നമ്മൾ ഇങ്ങനെയല്ല. അതെന്തിനുള്ളതാ? ഏത്? അത് സോറിയാസിസും പോവും, നല്ല താരനുള്ളവർക്ക് പെട്ടെന്ന് പോവും. പെട്ടെന്ന് താരം. ഇതോ? ഇത് താരൻ, മുടി ഒഴിച്ചല്, നോർമൽ ആയിട്ടുള്ള ഇതില് എങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞത് ആ മറ്റേ വെർജിൻ കോക്കനട്ട് ഓയിലില് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതെ അതെ, അത് താരം എന്ന് പറയുന്നത് അത് ശരിക്കും പോവും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിയും. അത് അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. അത് നമുക്ക് അപ്പുറം നോക്കാം. അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പം പിന്നെ നിങ്ങൾ കാണിച്ചു തരാത്തത് പറയുന്നത് കൊണ്ടല്ലോ. അത് ഇങ്ങനത്തെ പ്രോസസ്സിങ്ങേ അല്ല അതിന്റെ. അതൊരു മൺചട്ടിയിൽ വെച്ച് നമ്മുടെ ഓരോ ട്രേഡ് സീക്രട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇതാകുമ്പോ ഇതിലേക്ക് നമ്മൾ ചെയ്യും. ഇതിലേക്ക് ലാസ്റ്റില് കുറച്ച് ഒന്നുകൂടി നമ്മൾ ഒഴിക്കും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അതാണ് താരം പോകുന്നത്. മുടി നല്ലോണം ഇങ്ങനെ പുതിയ മുടിയില്ലേ, നല്ലോണം കിളിർക്കുന്നുണ്ട്, നല്ല വൃത്തിയില്ല. അതും ഇങ്ങനെ ഒരാൾ ഉപയോഗിച്ചതെന്ന് പറയുന്നതാണ്. പുതിയ മുടി ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ താരം പോവും. വരുന്നുണ്ട് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളോട്. പുതിയ മുടി വരുന്നുണ്ട്. ഇങ്ങനെ കൊഴിഞ്ഞു വന്നിട്ടുണ്ടാവില്ലേ, അതിന് ആടെ തന്നെ നല്ല മുടി വരുന്നുണ്ട് വീണ്ടും. അപ്പൊ ഇതാണ് ഫൈനലായിട്ട് കിട്ടുന്നത്. ഇങ്ങോട്ടൊക്കെ അരിച്ചെടുത്തിട്ട് ഇതിന് പാക്ക് ചെയ്യാൻ വേണ്ടു. ഇതിപ്പോ ഫൈനലായിട്ട് കിട്ടിയ എണ്ണയാണ്. ഇനിയിപ്പോ പാക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇതില് ഇനി മറ്റൊന്നും ചെയ്യാനല്ലോ. ഇല്ല, എല്ലാം അരിച്ചെടുത്ത് സെറ്റായി. ഇനി ഇത് പാക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഇതൊക്കെ ഇട്ടിട്ട് എടുത്ത എണ്ണയാണിത്. റെഡ് കളറല്ലേ? ഒരു റെഡിഷ് തന്നെ. റെഡിഷ് ഇപ്പൊ ചെമ്പത്തി പോലെ ചേർക്കുന്നുണ്ട് വരുന്നേക്കും. അതല്ല, അതില് വേറെ ഞാൻ പറഞ്ഞില്ല നമ്മളൊരു സാധനം ഉണ്ട്, അതിന്റെ അതും കൂടി ചേർത്തിട്ടില്ല. അതിന്റെ ഫൈനലാണ് അത്, ലാസ്റ്റ് ആയിട്ടുള്ളത്. അത് ചേർക്കുമ്പോ ആ കളർ വരും. അത് ചേർക്കുമ്പോ ഈ കളർ വരും അല്ലേ? ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മൾ ഇത്രയും സമയം കണ്ട സാധനത്തിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്, ഹെയർ ഓയിൽ. അപ്പോൾ ഇവിടെ വെർജിനും ഉണ്ട്, വേറെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ പ്ലെയിൻ ആയിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ളത് ഇതാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ സാധനം ഓയിൽ എന്ന് പറയുന്ന സാധനം. ഇത് ഡാൻഡ്രഫ് നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായാലും താരൻ പോവും, 100% നാച്ചുറൽ. നമ്മൾ എന്തായാലും താരം പോകുന്ന പറയുന്ന സാധനം ഇത് ഫൈൻ പ്രൊഡക്റ്റ്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? അതിന് 200 രൂപ. വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്നുണ്ടോന്ന് ആ റേറ്റ്. ഇത് ഇത്ര സമയം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് കാണിച്ചത്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 75 രൂപയുള്ളൂ. അപ്പൊ നമ്മളിത് ഇവിടെ ഇങ്ങനെ കണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതെന്താ നമ്മുടെ ഹെയർ വാഷ് കൂടിയാണ്. സാധാരണ നമ്മൾ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഹെയർ വാഷിന്റെ പൗഡർ അല്ലേ? അത് കുറച്ച് സമയം തലയിൽ തേച്ച് പിടിപ്പിച്ചാല് നമുക്ക് ഈ എല്ലാ തലയോട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇല്ലേ, ഏകദേശം നമ്മളെ താരനൊക്കെ താരൻ പോവും. കുറച്ച് നല്ല സോഫ്റ്റ് ഉണ്ടാവും മുടി സോഫ്റ്റ് ഉണ്ടാവും അല്ലേ? അത് കുറച്ചെടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ കഴുകിക്കളഞ്ഞു. നമ്മള് ഷാമ്പൂവിന് പകരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനം, കെമിക്കലൊന്നും ഇല്ല അതില്. അതാണ് ഹെയർ വാഷ് പൗഡർ അല്ലേ? ഇതിപ്പോ ഇത് ഡ്രൈ ആയിട്ട് ഇവിടുന്ന് പൊടിച്ചെടുക്കുന്ന. അതെ അതെ, എല്ലാ തേങ്ങന്റെ അതല്ല ബാക്കി ഇതൊക്കെ നമ്മൾ ബന്ധപ്പെട്ട. പിന്നെ ഇത് കുട്ടികളുടെ ഓയിൽ അല്ലേ? ബേബി ഓയിൽ. ഇതിനത്ര റേറ്റ് വരുന്നത് 300 രൂപ. ഇത് കൊറേ നമ്മള് വെർജിൻ കോക്കനട്ട് ഓയിലും പിന്നെ നമ്മളെ കാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനത്തെ ബദാം ഓയില്, പിന്നെ നമ്മളെ ഇത് കാശ്മീരി ആ പൂവില്ലേ, കുങ്കുമപ്പൂ പറയുന്നത്, അതെല്ലാം കൂടി ഉണ്ട്. അതിൽ കുറെ കണ്ടന്റ് ഉണ്ട്.
കുട്ടികൾ മെയിനായിട്ട് അത് വെർജിൻ കോക്കനട്ട് എല്ലാം ചെയ്യുന്നത്, അതാണ് അതിന്റെ പ്രത്യേകത. കൊക്കോലക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അല്ലേ? കോക്കോലക്ഷൻ അതിപ്പോ നമുക്ക് വലിയവർക്ക് മുഖത്ത് തടാനും അതിനെ കൊണ്ടുവന്നു ഇപ്പോഴും ആള് അതിനെ കൊണ്ടുവന്നു മുഖത്ത് ഇടാനല്ലേ? അത് ഇങ്ങനെ നമ്മൾ വെറുതെ തടവിയാൽ മതി. തടയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതിനാ ഇപ്പൊ കൊണ്ടുവന്നത്. കുട്ടികളെല്ലാം പിന്നെ നമ്മളൊരു അടുത്തൊരു ഇതാ ടെൻഡർ കോക്കനട്ട് ഷേക്ക്. ഷേക്ക് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് എത്ര ദിവസം വെക്കാൻ പറ്റും? 3 ദിവസം. 3 ദിവസം അതിനുള്ളിൽ സെയിലാവും. അത് നമ്മളെ കലോത്സവത്തിന്റെ അവിടെ, പിന്നെ നമ്മളെ നവകേരള സദസ്സിന്റെ അടയിലും ഉണ്ടായിന് നമ്മളെ സാധനം. നല്ല സെയിലുണ്ടായിന്. ഈ ഇതെന്താ പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റാൾ എടുത്തിട്ടുണ്ടായിന്. അതിനടിച്ചത് ഈ പിക്കിൾസ് എല്ലാം നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാ സാധനവും ഓറഞ്ച് എന്നുള്ളത് നിങ്ങളുടെ ഇവിടുത്തെ പേര്. ഓറഞ്ച് ഓർഗാനിക്. നമുക്ക് കൊഴുമല് പിന്നെ ഓറഞ്ച് മിനി ഓറഞ്ച് ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയത്. അവിടെയാണ്. അതായത് ഒരു എല്ലാ സാധനവും കിട്ടും. അതിപ്പോ 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഈ കൊക്കോലക്ഷൻ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ കോക്കനട്ടിന്റെ എല്ലാം ചെയ്യുന്നത്. കോക്കനട്ടിന്റെ എല്ലാ ഐറ്റവും കൊക്കോലക്ഷൻ. കോക്കനട്ടിന്റെ എല്ലാ ഐറ്റവും ചെയ്യുന്നത് ഈ കൊക്കോലക്ഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ. ബാക്കി ഓറഞ്ച് യൂണിറ്റിന്റെ പേര് ഓർഗാനിക് ഓറഞ്ചിന്റെ ചെയ്യുന്നത്. ഓറഞ്ചിന്റെ അച്ചാർ പൊടികളൊക്കെ ഉണ്ടല്ലേ? ചമ്മന്തി പൊടി ഇതെല്ലാം ഓറഞ്ചിന്റെ പേര്. ഇതിപ്പോ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രാൻഡായിട്ട് പോകുന്നത് ഈ ഹെയർ ഓയിൽസ് തന്നെ. ഇതാണ് ഏറ്റവും. ഇതും ഈ ഹെയർ ഓയിലും ഇതും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറെ ആൾക്കാരായി ഇപ്പൊ വാങ്ങുന്ന. സ്ഥിരമായിട്ട് വരും വാങ്ങാൻ. ഇത് തന്നെ അറിഞ്ഞിട്ട് ഒരാള് പറഞ്ഞിട്ട് വരുന്നതാണ്. ഇത് ഓൺലൈനിൽ കൊടുക്കലുണ്ടോ? ഇല്ല, കേരളത്തിൽ. അത് അല്ല, ആമസോൺ ഫ്ലിപ്കാർട്ട് അല്ല. ആമസോൺ ഫ്ലിപ്കാർട്ടില് കൊടുക്കുന്നതല്ലേ ഞാൻ ചോദിച്ചത്. നമുക്ക് ഇപ്പൊ ആരെങ്കിലും തിരുവനന്തപുരത്ത് ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കാൻ നമുക്ക് ഉണ്ട്. കസ്റ്റമർ ഉണ്ട്. പിന്നെ ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂരൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് ഫേസ്ബുക്കിലൂടെ. അങ്ങനെയല്ല, ഇവിടെ നമ്മുടെ അടുത്ത് വാങ്ങിയിട്ട് അവരോട് പറഞ്ഞിട്ട് അവരിപ്പോ ഇതിപ്പം നമുക്ക് ഇപ്പം വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാമല്ലോ. അപ്പം പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ, പിന്നെ അതിന്റെ അപ്പൊ അങ്ങനെയാണ് 2 എടുക്കുന്നതായിരിക്കും ലാഭം. അതെ. കൊറിയർ ചാർജും കൂടി തന്നെയാണ് എല്ലാരും നമുക്ക് പേ ചെയ്ത് തരുന്നത്. ഇപ്പം ഉണ്ട് 2-3 കസ്റ്റമർ ഇപ്പം ബാംഗ്ലൂരേക്ക് ഉണ്ട്. അതിങ്ങനെ ഇവിടെ ഇല്ല. നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. എനിക്കൊരു പ്രത്യേകിച്ചൊരു കസ്റ്റമർ ഉണ്ട്. അവരെ കെയർ ഓഫില് ഓള് ഉപയോഗിച്ചിട്ട് അവര് ബാക്കിയുള്ളവരോട് പറഞ്ഞ് അങ്ങനെ കസ്റ്റമർ വരുന്നതാണ് എനിക്ക്. ഇനി നമുക്ക് ഇതിന്റെ ഈ മൊത്തം ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അല്ലെങ്കിൽ തുടങ്ങാൻ ആദ്യത്തെ കാരണം എന്താ? അത് ആദ്യം പറയാം. കാരണം എന്ന് അറിയാനില്ല. എനിക്ക് ഭയങ്കര ഒരു 10 വർഷം മുന്നേ ഞാൻ ഇതിനു വേണ്ടി നടന്നു. അതായത് വെർജിൻ കോക്കനട്ട് തേങ്ങാപ്പാൽ. അതായത് ഞാൻ CPCR കാസർഗോഡിലും പോയി അതിനെ കുറിച്ച് അന്വേഷിച്ചെല്ലും. പിന്നെ ആ ടൈമിന് എനിക്ക് താൽക്കാലികമായിട്ട് ഗവൺമെന്റിൽ കിട്ടിയിട്ട് അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ അത് അവിടെ വെച്ചു. ഇപ്പം പിന്നെ ഷോപ്പ് തുടങ്ങി. അപ്പം ബിസിനസ് ഇഷ്ടമായതുകൊണ്ട് അത് കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം ഒന്നും കൂടി നമുക്ക് പറ്റുമോ നോക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇതിലിപ്പോ എങ്ങനെ എത്ര ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ? ഇൻവെസ്റ്റ്മെന്റ് വലിയ പൈസയായി. മെഷീൻ കാരണം നമ്മളൊരു മെഷീൻ 5 മെഷീൻ 6 മെഷീൻ എടുത്തുണ്ടല്ലേ? അതിന് ഒരു 6 പോലെ 6 ടോട്ടൽ മെഷീനറി അപ്പുറം കാണുന്ന മെഷീനറിക്ക് മാത്രം 9 ലക്ഷം. 9 ലക്ഷം. പിന്നെ വേറെ പിന്നെ അതിന് ശേഷം നമ്മള് വെളിച്ചെണ്ണ ഇടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പൊ പിന്നെ തേങ്ങേന്റെ പ്രൊഡക്റ്റായിട്ട് ആള് വെളിച്ചെണ്ണ വരുമ്പോ വീണ്ടും അതിന്റെ മെഷീൻ വാങ്ങി. എന്തായാലും 10 ലക്ഷം ലോൺ തന്നെയാണല്ലോ? അല്ല, ഇത് കുറച്ച് മെഷീനറിക്ക് മാത്രമാണ് നമുക്ക് സബ്സിഡിയോട് കൂടി. PMFME. പിന്നെ ബാക്കി മൊത്തം നമ്മളെ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് ജോർദാനിലുണ്ടായിന്. അപ്പൊ അവരിപ്പം വന്നു. അപ്പൊ ആ പൈസ ഇനിയിപ്പോ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മളിപ്പം കുറേ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള അത്ര ഫെസിലിറ്റി നമുക്ക് ഉണ്ട്. മെഷീനറീസ് ഉണ്ട്.
പക്ഷേ നമുക്ക് അത്ര ചെയ്യാനില്ല. ഇത് കപ്പാസിറ്റിയിൽ മെഷീൻ, അതായത് ഇലക്ട്രിസിറ്റിന്റെ അവർ തരില്ല. നമുക്ക് 5 HP വരെ ഓടിക്കാനുള്ള അതെന്താ വേറെ തന്നെ ബിൽഡിംഗ് വേണമല്ലോ? വേറെ തന്നെ ബിൽഡിംഗ് എന്നല്ല, അതിന് കുറച്ചും കൂടി സൗകര്യം വേണം. ഇതിന്റെ ഹൈറ്റ് കൂട്ടണം. അതുകൊണ്ട് മെഷീനറിയെല്ലാം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിയ ബിൽഡിങ്ങിലേക്ക് ഇത് നമ്മൾ ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മാറേണ്ടി വരില്ലേ. അപ്പം എല്ലാം മെഷീനറിയിലും പിടിപ്പിച്ച് റെഡിയാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് പ്രസന്റ്ലി ഇങ്ങനെ നമ്മൾ പബ്ലിസിറ്റി വഴി ഇങ്ങനെ വരുന്ന കസ്റ്റമറാണ് കൂടുതലുള്ളത്. ഇനിയിപ്പോ കുറച്ചുകൂടി നമ്മൾ ഇതിപ്പോ ഒരു കസ്റ്റമർ വാങ്ങിയാൽ അവര് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു കസ്റ്റമറെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ പറയില്ല. ഞാനിവിടെ വന്നപ്പോ ഇങ്ങനെ ഹെയർ ഓയിൽ ഇവിടെ ഇങ്ങനെ കണ്ടെങ്കിലും ഞാൻ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഇങ്ങനെ കണ്ടെങ്കിലും അപ്പുറം വന്നപ്പോഴാണ് ഇതിന്റെ ശരിയായ പ്രോസസ്സ് കണ്ടത്. ഇത്രയും പണിയുണ്ട് എന്നുള്ളത്. അല്ല, ഹെയർ ഓയിൽ ഇപ്പൊ നമുക്ക് സാധാരണ നമ്മള് വീട്ടിൽ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി വരും. ഇപ്പൊ ഡാൻഡ്രഫ് പോലെ പറയുമ്പോ അത് കുറച്ച് പ്രത്യേകത തന്നെയല്ലേ. സാധാരണ ഹെയർ ഓയിൽ ഇപ്പൊ എല്ലാരും പറയും നമ്മളും വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അല്ല, നമ്മളത് നിങ്ങൾ ഉപയോഗിച്ചാല് ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകും നിങ്ങൾക്ക്. അത് 100% ഉറപ്പാണ്. അല്ല, അത് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ എന്തായാലും അത് അന്വേഷിച്ച് വരും. അത് സാധാരണ നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു റേറ്റും അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക്. നമ്മളിപ്പോ 5 മാസമായി ഇത് തുടങ്ങിയിട്ട്. 5 മാസം 6ാമത്തെ മാസത്തിലേക്കായി കിടക്കുന്നു. അപ്പം മോശമില്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ആക്കിയോണ്ട് കുറച്ചുകൂടി നമുക്ക് മാർക്കറ്റിങ്ങിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇത്രയാണ് കൊക്കോലക്ഷ്യം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും മാർക്കറ്റിങ്ങിലും എല്ലാത്തിനും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.